നമ്മൾ ഇപ്പോൾ ഈ എടവണ്ണപ്പാറയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വാർത്തകൾ ട്രോളുകളായിട്ടും അതുപോലെ തന്നെ ഈ യൂട്യൂബർമാർ അവരുടേതായിട്ടുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പലപ്പോഴും നമ്മുടെ വാഴക്കാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു പട്ടണം എന്നുള്ള നിലയിൽ, വാണിജ്യ തലസ്ഥാനം എന്നുള്ള നിലയിൽ എടവണ്ണപ്പാറയിലേക്ക് എത്തുന്ന ആളുകൾ മണിക്കൂറുകളോളം അവിടെ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് കഴിയുന്ന ഒരു വിഷമാവസ്ഥ കണ്ട് അതിനൊരു പരിഹാരം ഏതെങ്കിലും നിലക്കുണ്ടാകണമെന്നുള്ള ഒരാലോചനയുടെ ഭാഗമായാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ അടിസ്ഥാനപരമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. അത് ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതുണ്ട്. ഇത് രണ്ടും രണ്ട് തലത്തിൽ കാണേണ്ടത്. ദീർഘകാലമായി ചെയ്യേണ്ട, ദീർഘകാല ടൈമിലേക്ക് എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമല്ല, സർക്കാർ തലത്തിൽ തന്നെ നടപടികളായി വരേണ്ട കാര്യങ്ങൾ കൂടിയാണ്. എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുമെന്നുള്ള ബോധ്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ അനധികൃതമായി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ആ എൻക്രോച്ച്മെൻറ്റ് കംപ്ലീറ്റ് ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ പരമാവധി പൊതുസ്ഥലം ജനങ്ങൾക്ക് മാർഗതടസ്സം കൂടാതെ നടക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ഉതകുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എടവണ്ണപ്പാറ ഓരോ ദിവസവും വികസിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പട്ടണമാണ്. ഈ സമീപകാലത്ത് ഇത്രമേൽ വലിയ ഒരു വികാസം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം നമുക്ക് കാണാൻ കഴിയില്ല. അതിലേക്ക് ഞാൻ വരുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായികക്കല്ലായി മാറിയിട്ടുള്ളത് രണ്ട് പാലങ്ങളുടെ വരവാണ്. എളമരം പാലവും അതുപോലെ തന്നെ കൂളിമാട് പാലവും യാഥാർത്ഥ്യമായതോടുകൂടി കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗങ്ങളായി ഇത് മാറുകയും അനുബന്ധമായി ഈ രണ്ട് നാടുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വരവ് പോക്കുകൾ വർദ്ധിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട്, അതോടൊപ്പം തന്നെ ഈ കാലിക്കറ്റ് എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യം കുറച്ചുകൂടി എളുപ്പകരമായി മാറിയ ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ വരുന്ന ആളുകൾ ഒരിക്കൽ വന്ന ഒരാൾ തിരിച്ച് ഇനി ഒരിക്കലും അതുവഴി പോകൂല എന്ന നിലയിലൊരു തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ. ഇപ്പം നിലവിൽ ആ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിൽ വല്ല കല്യാണോ കാര്യങ്ങളോ ഒക്കെ ഓഡിറ്റോറിയങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വലിയ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും നിലക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളും പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നിയമാനുസൃതം അനുവദിക്കപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളുടെ നഗ്നമായ ലംഘനങ്ങൾ പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു. ബിൽഡിംഗ് പെർമിറ്റിൻ്റെ അപ്പുറത്തേക്ക് റോഡിനോടോളം വരുന്ന, ടാറിട്ട് ചെയ്ത റോഡിനോളം നീളത്തിൽ വരുന്ന സ്ഥലത്ത് കച്ചവടം ഇറക്കിക്കൊണ്ടുവന്ന് ജനങ്ങൾക്ക് നടക്കാൻ പോലുമുള്ള സൗകര്യമില്ലാതെ പബ്ലിക്സിൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല, നമ്മൾ കേട്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകാൻ ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തിന് കഴിയൂല. നിയമം വഴി പൊതുജനങ്ങളെ ഏത് വിധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയുമോ ആ കാര്യം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് അങ്ങനെ ഒരു തീരുമാനമായി മുന്നോട്ട് വന്നപ്പോൾ പലരും നടക്കില്ല എന്ന് വിധി ചെയ്ത ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരു സന്തോഷം വളരെ വലുത്. ഇപ്പോൾ ഇന്നും തന്നെ ഒരാൾ എടവണ്ണപ്പാറയിൽ നിന്ന് വിളിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഏതായാലും നിങ്ങളെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകണട്ടോ, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് അവർ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു തലത്തിലേക്ക് ആളുകൾ വരുന്നത് എന്താ വെച്ചാൽ, എത്രയോ കാലങ്ങളായി നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ
ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പൊതുജനം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രതിഫലനം കൂടിയാണ്. മാത്രമല്ല, ഇത് വാഴക്കാട് പഞ്ചായത്തിലെ ആളുകൾക്ക് മാത്രമല്ല, ഈ വഴി കടന്നു പോകുന്ന മുഴുവൻ ആളുകളും ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നഗരവികസനത്തിന്റെ ഭാഗമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലുടനീളം കച്ചവട സ്ഥാപനങ്ങളിൽ മുൻ ഭാഗത്തേക്ക് ഇറക്കി വെച്ച കച്ചവട സ്ഥാപനങ്ങളിലെ സാധനങ്ങളൊക്കെ ബാക്കോട്ട് കയറ്റി വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കച്ചവടക്കാർക്ക് നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റുമായി ബന്ധപ്പെട്ട് എടവണ്ണപ്പാറയിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഞങ്ങളിൽ ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് ഞങ്ങളോട് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ എടവണ്ണപ്പാറയിലെ മുഴുവൻ കച്ചവടക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട് റോഡിലേക്ക് ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ ബാക്കോട്ടേക്ക് കയറ്റി വെക്കുകയും സെൻട്രൽ ഭാഗം കേന്ദ്രീകരിച്ച് പഴയകാല ബിൽഡിംഗ് ആയതുകൊണ്ട് വളരെ റോഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സന്ദർഭം ഉടലെടുക്കുകയും ഉണ്ടായി. നമ്മൾ പഞ്ചായത്തിനോട് വളരെ വിനയത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് നിയമത്തിൻ്റെ വശത്ത് നിന്ന് വ്യാപാരികൾ എക്കാലവും കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്നും ഞങ്ങൾക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളോട് അത് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നുമാണ് ഞങ്ങൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നത്. പഴയകാല കച്ചവടക്കാർക്ക് ഈ പുതിയ ബിൽഡിങ്ങുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഒരുപാട് കയറ്റി വെക്കാൻ സ്ഥലം പരിമിതി ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ സൺഷെയ്ഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നത്. അതിനോട് പഞ്ചായത്ത് ഒരു മാനുഷിക പരിഗണന, ഒരു സംയമന പാതയിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ വികസനം നടപ്പിലാക്കണം. എടവണ്ണപ്പാറയിലെ ബ്ലോക്കും കാര്യങ്ങളും വളരെ പ്രയാസകരമാണ് എന്നുള്ളത് എല്ലാവർക്കും, ഈ സംഘടനക്കും ബോധ്യപ്പെട്ടതാണ്, മുഴുവൻ കച്ചവടക്കാർക്കും ബോധ്യപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് അതെല്ലാം നമ്മളൊരു കൂട്ടായ ഒരു വികസനത്തിലൂടെ, കൂട്ടായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമ്മളെ മെമ്പർമാരും എല്ലാവരും ഉൾക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. പഞ്ചായത്ത് അതിനോട് അനുഭാവപൂർവ്വമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വളരെ പ്രയാസം അനുഭവിക്കുന്ന കച്ചവടക്കാരുടെ കാര്യത്തിൽ ഒരു അനുഭാവപൂർണ്ണമായ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് പെരുമാറണമെന്ന് നമ്മൾ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്പെട്ട വാഴക്കാട് ഗ്രാമപഞ്ചായത്തും എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായികളും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ചില നിയമങ്ങൾ, കച്ചവടക്കാർ ഇറക്കി വെച്ച സാധനങ്ങൾ മുന്നോട്ട് കയറ്റി വെച്ച് അവരെ കച്ചവടക്കാരുടെ കടയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കച്ചവടം ചെയ്യണം എന്നുള്ള നിർദ്ദേശം കച്ചവടക്കാർ കിട്ടിയാണ്. തീർത്തും ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എടവണ്ണപ്പാറ വ്യാപാരി വ്യവസായം സംഘടിച്ചുകൊണ്ട് എല്ലാ കച്ചവടക്കാരും ഓരോരുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്കിലും പഴയ ചില കച്ചവടക്കാർ, യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പ്രയാസമില്ലാതെ യാത്ര ചെയ്യാനും പോകാനും വാങ്ങാനും ഉതകുന്ന രീതിയിൽ കച്ചവടം ചെയ്യാൻ ചില പഴയ കച്ചവടക്കാർക്ക് കുറേ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പഴയ കെട്ടിടങ്ങളൊക്കെ വാടകക്ക് വാങ്ങുന്ന കെട്ടിടങ്ങളാണ്. ആരും സ്വന്തമായി കച്ചവടം ചെയ്യുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ആ കച്ചവടം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യാൻ അവരുടെ സൺസൈഡ് അടക്കം ഉപയോഗിക്കാനുള്ള ഒരു സജഷൻ പഞ്ചായത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് വളരെ സൗഹാർദ്ദപൂർവ്വമായി കച്ചവടക്കാർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതായാലും കച്ചവടക്കാർ മുഴുവൻ ഈ ഇറക്കി വെച്ചത് ഞങ്ങളുടെ സംഘടന വളരെ അതിനോട് അവരുമായിട്ട് കൂടിയാലോചിച്ച് എല്ലാവരെയും ഉള്ളോട്ട് കയറ്റി വെക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കച്ചവടക്കാരും പഞ്ചായത്തും വളരെ സൗമ്യ രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈനംദിനമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് എടവണ്ണപ്പാറ. ഏകദേശം ചുരുങ്ങിയ 5 വർഷത്തിനുള്ളിൽ തന്നെ എടവണ്ണപ്പാറയുടെ ഈ ജനസംഖ്യ വർധനവ് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 6 റോഡുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതായത് പാലം വഴിക്ക് തന്നെ വരുന്ന പുതിയ 3 പാലങ്ങൾ, അതുപോലെ തന്നെ അരീക്കോട് ഭാഗത്തുനിന്ന് വാഴക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ എടവണ്ണപ്പാറ കൊണ്ടോട്ടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ കടന്നു പോകാൻ ഈ ഒരു എടവണ്ണപ്പാറ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പൊളിക്കലോ അല്ലെങ്കിൽ ഈ ചെറുതായിക്കൊണ്ട് പീടികയുടെ മുൻഭാഗം എടുത്തത് കൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത്
റിംഗ് റോഡാണ്. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ, മഞ്ചേരിയെ പോലെ, അരീക്കോടിലെ പോലെ, അതുപോലെ തന്നെ നമ്മൾ മറ്റു ഓരോ പട്ടണങ്ങളിൽ ചെന്നാൽ കാണുന്നത് ഇതുപോലെയുള്ള റിംഗ് റോഡുകളോ അല്ലെങ്കിൽ ബൈപ്പാസുകളാണ്. ഈ ബൈപ്പാസുകൾക്കോ അതല്ലെങ്കിൽ റിംഗ് റോഡുകൾക്കോ ഉള്ള പദ്ധതികളൊന്നും തന്നെ നമ്മുടെ ഭരണവർഗം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നില്ല. അത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ എടവണ്ണപ്പാറ അങ്ങാടിയിലെ കടയുടെ മുൻഭാഗം പൊളിച്ചെടുത്തുകൊണ്ട് ആ ഭാഗത്ത് വാഹന വീതി കൂട്ടിക്കൊണ്ട് ഇവിടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇവിടെ അധികൃതർ പറഞ്ഞതുപോലെ 4 വരി റോഡ് കൊണ്ടുവരുന്ന അതേ സ്ഥാനം തന്നെയാണ് നമ്മൾ ഈ റിംഗ് റോഡോ ബൈപ്പാസ് റോഡോ ഉണ്ടാക്കുകയാണെങ്കിൽ. എടവണ്ണപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞ വയലുകളാണ്. വളരെ ചുരുങ്ങിയ സംഖ്യ പണം കൊടുത്തുകൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഭരണവർഗം ഇറങ്ങാത്തതാണ് എടവണ്ണപ്പാറയുടെ ഏറ്റവും വലിയ ശാപം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Invest your sleep on right mattress. Forwish mattress. Kadodi Gold and Diamonds, Mavur, Puvattuparambur.